ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. നമസ്കാരം. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാറിനെതിരെ 2 ദിവസം മുമ്പാണ് ഒരു വലിയ ആരോപണം ഉയർന്നു വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ചില ആളുകളൊക്കെ അത് ഏറ്റെടുത്തു. നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങളൊക്കെ നടത്തി. എന്തായാലും എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ആരോപണം ഉന്നയിച്ച ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്നെ പോലീസിൽ പരാതി കൊടുക്കാനില്ല, എനിക്ക് ഗണേശേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ല, അദ്ദേഹത്തെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, ഞാൻ വൈകാരികമായി പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് മലക്കം പറഞ്ഞു. ഏവരും നിരാശരായി. ചില ആളുകളൊക്കെ ഗണേശന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി. ഇവരെന്താണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞ് പിന്നെ പെട്ടെന്ന് അങ്ങ് മലക്കം പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചാണ് ഇവിടെ ഗണേശന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയത്. ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചു. എന്താണെങ്കിൽ ഇവിടെ എല്ലാ ആളുകളെയും മാധ്യമങ്ങളെയും ഒക്കെ വിളിച്ച് പോലീസിനെയൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി, എല്ലാവരെയും മോഹിപ്പിച്ച് അവസാനം കടന്നു കളയുക, മലക്കം അറിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. എനിക്കും യഥാർത്ഥത്തിൽ ഇവരെന്താണ് ഇങ്ങനെ എന്നൊക്കെ തോന്നിപ്പോയി. പിന്നീടാണ് ഞാനൊരു ദൃശ്യം കണ്ടത്, അതായത് ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ദുഷ്ടശക്തിക്കും ഗണേശന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പഴയ വീഡിയോ ആണ്. കാരണം കുറച്ച് നേരത്തെ തന്നെ ഗണേശൻ കൃത്യമായി കെട്ടി സൈസാക്കി വെച്ചിട്ടുണ്ട്. ഒരു ദുഷ്ടശക്തിക്കും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. ഗണേശന് എങ്ങനെ വേണമെങ്കിലും പോകാം. ഇപ്പൊ ഭാര്യയാണെങ്കിലും എതിർത്ത് രംഗത്ത് വന്നാലും കുറച്ചു കഴിഞ്ഞാൽ മനസ്സ് മാറും. അത്ര വലിയൊരു പ്രാർത്ഥന, വലിയൊരു പരിപാടിയാണ് ഗണേശന് വേണ്ടി നടന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമുക്ക് ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. സാറിനെ വീണ്ടും ആ സംഖ്യ കർത്താവ് എന്നെ എഴുതി കാണിക്കുക. 23,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 23,000-ലധികം 23,000 അല്ല, അതിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വൻ വിജയം, ശത്രുക്കളുടെ മേലൊരു വിജയം. ഓ താങ്ക് യു ലോർഡ് ജീസസ്. സഹോദരങ്ങളെ, ഈ യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി ലജ്ജിച്ചു പോകത്തില്ലെന്ന് എത്ര പേർ സമ്മതിക്കും? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രിയ സാറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയാനുണ്ട് എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല. ഇവിടെ കേരളത്തിലൊക്കെ ഒരു ബസ് കണ്ടക്ടർ തുപ്പി വെച്ചതിന്റെ ഭാഗമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ദിലീപിന്റെ സിനിമ വെച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് KSRTCയിൽ. ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ആളുകൾ മതപരമായിട്ടുള്ള പരിപാടികളോ അടയാളങ്ങളോ ഒന്നും ഈ സർക്കാർ ബസ്സിൽ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചില ആളുകളുള്ള ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ചില മതപരമായ പരിപാടികളൊക്കെ KSRTCയിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. ഇവിടെ ഗണേശനെ അങ്ങനെ ആർക്കും തൊടാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗണേശനെ മാത്രമല്ല, KSRTCയെ മൊത്തത്തിൽ തൊടാൻ കഴിയില്ല. ഈ കഴിഞ്ഞ സമയത്ത് ആയുധ പൂജയും പുസ്തക പൂജയും ഒക്കെ ഉണ്ടായി. ഒരു മതപരമായിട്ടുള്ള പരിപാടിയാണ് ഈ പൂജക്ക് വെക്കൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KSRTCയിലെ ഒരു വിധപ്പെട്ട ഡിപ്പോകളിലൊക്കെ ഈ ആയുധ പൂജയുമായി ബന്ധപ്പെട്ട് ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളും ഒക്കെ പൂജക്ക് വെച്ച് അവിടെ ലൈറ്റൊക്കെ തെളിയിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഉറക്കെ പാട്ടൊക്കെ വെച്ച്, ഭക്തിഗാനങ്ങളാണ് അതൊക്കെ വെച്ച് ചില സംഭവങ്ങൾ ഞാൻ കണ്ടിരുന്നു. അതിനെതിരെ ഒന്നും ആരും ഒന്നും പറയുന്നത് കണ്ടില്ല. എനിക്കും അതിനെതിരെ പറയണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഞാനിവിടെ ഒരു കണ്ടക്ടർ തൊപ്പി വെച്ചതിന്റെ ഭാഗമായിട്ട് ബസ്സിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വ്യാപകമായി നടക്കാറുണ്ട്. ശബരിമല സീസണിൽ ബസ് പൂജിച്ച് കൊണ്ടുപോകുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റു ചില ആളുകളൊക്കെ ഇത് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാകാറുമുണ്ട്. എനിക്കെന്തായാലും അത്തരത്തിലുള്ള പ്രശ്നമില്ല. ഞാനത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മൊത്തത്തിൽ പരിപാടികളൊക്കെ കെട്ടി സൈസാക്കിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ KSRTCയെയോ അല്ലെങ്കിൽ ഗണേശൻ മന്ത്രിയെയോ തൊടാൻ കഴിയില്ല. അത് മറ്റാരുടെയും കുഴപ്പമല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ് മലക്കം മറിഞ്ഞൊന്നുമല്ല. അവർക്ക് മലക്കം മറിയാൻ തോന്നിപ്പോയി. അത്തരത്തിലുള്ള പരിപാടികളാണ് അണിയറയിൽ നടക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് ആ രീതിക്കൊന്ന് ചിന്തിക്കണം, അങ്ങനെ മനസ്സിലാക്കണം എന്ന് മാത്രമാണ്
ഈ ഭാര്യയെ കുറ്റം പറയുന്ന ആളുകൾ, മലക്കം പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്,